Hi everyone, this is Rensi from Groww Malayalam channel. Investing in നമ്മൾ പറയുന്ന ഒരു term ആണ് മൾട്ടി ബാഗർ. മൾട്ടി ബാഗർ എന്ന ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബൈ ടൈം സ്റ്റോക്കിന്റെ വാല്യൂ മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങുവാണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിന്റെ ഒറിജിനൽ വാല്യൂന്റെ 10 ടൈപ്സ് ആ സ്റ്റോക്കിന്റെ വർത്ത് വരുവാണെങ്കിൽ അതിന് നമ്മൾ 10 ബാഗർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിന്റെ ട്രെൻഡ് മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിന്റെ വർത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ക്ലൂ നിങ്ങൾക്ക് കിട്ടും. സോ ഇങ്ങനെ ഒരു ട്രെൻഡാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ROCE എന്നുള്ളത്. സപ്പോസ് നിങ്ങൾ ഒരാളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്. ആ ഒരു ക്യാഷ് നമ്മൾ പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. സോ ആ ഒരു വ്യക്തിക്ക് ഈ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. സോ അയാൾ നല്ല റിട്ടേൺസ് കിട്ടുന്ന ഇൻവെസ്റ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പറയുവാണെങ്കിൽ ആനുവലി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 12 മുതൽ 13% വരെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെയാണ് ROCE വരുന്നത്. അപ്പോൾ ROCE നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, അതായത് ഒരു കമ്പനി ബുദ്ധിപരമായിട്ടാണോ അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ ഹയസ്റ്റ് 5 ഇയർ ആവറേജ് ROCE ഉള്ള ടോപ്പ് 5 സ്റ്റോക്കുകളാണ് കവർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പനിയുടെ ബിസിനസ്സിനെ പറ്റിയിട്ടും അതുപോലെ അവരുടെ സ്ട്രെങ്ത് അതുപോലെ വീക്ക്നെസ്സിനെ പറ്റിയിട്ടും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനീസ് എല്ലാം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 5,000 crores ആണ്. ലാസ്റ്റ് ഇയർ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ മോർ ദാൻ 20% ആണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൈസ് എല്ലാം വരുന്നത് 19th December 2022 ഡാറ്റയാണ്. സോ ഏതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റോക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ROCE എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സ്റ്റോക്ക് അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ROCE ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള റീസണും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ROCE അല്ലെങ്കിൽ റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെട്രിക് ആണ്. അതായത് ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ക്യാപിറ്റൽ കൊണ്ട് കമ്പനി എത്ര റിട്ടേൺസ് ജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു തരുന്ന ഒരു റേഷ്യോ ആണ് ഈ റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്നുള്ളത്. സോ ഒരു റേഷ്യോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അതുപോലെ തന്നെ മാനേജേഴ്സിന് മനസ്സിലാവും, അതായത് കമ്പനി എത്ര നന്നായിട്ടാണ് അവർ ക്യാപിറ്റൽ യൂസ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്ന്. ROCE നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. ഇവിടെ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് EBIT എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ റെഗുലർ ആക്ടിവിറ്റീസിന് അവർ ജനറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. ഇനി ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ കമ്പനി ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് ആണ്. അതായത് ഇക്വിറ്റി പ്ലസ് ഡെറ്റ് ആണ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ ROCE റേഷ്യോ കൂടുകയാണെങ്കിൽ കമ്പനി പ്രോഫിറ്റബിൾ ആവാനാണ് ചാൻസ്. അപ്പോൾ ഒരു കമ്പനിയുടെ ROCE കൂടുതലാണെങ്കിൽ അത് കാണിക്കുന്നത് കമ്പനിക്ക് അവരുടെ ക്യാപിറ്റൽ എഫിഷ്യൻറ്റ് അതുപോലെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. സോ കമ്പനിയുടെ ക്യാപിറ്റൽ കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം ROCE. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ അത് കാണിക്കുന്നത് എന്താണ്? കമ്പനിക്ക് അവരുടെ ക്യാപിറ്റൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ്. സോ ബാക്കിയുള്ള ഫൈനാൻഷ്യൽ റേഷ്യോസിൻ്റെ കൂടെ ROCEയും കൂടി കൺസിഡർ ചെയ്ത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നമ്മൾ എടുക്കണം. അപ്പം ROCE എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പ് 5 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് കമ്പനി ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ്. അപ്പോൾ 2003 ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ്. ഇവർ ലീഡിംഗ് ഗ്ലോബൽ കെമിക്കൽ മാനുഫാക്ചർ ആണ്. അപ്പോൾ പല റേഞ്ചിലുള്ള സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് പെർഫോമൻസ് കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽ ഇന്റർമീഡിയറ്റ്സ്, അതുപോലെ FMCG കെമിക്കൽസ്. അപ്പം ഈ ഒരു കെമിക്കൽസ് എല്ലാം നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചർ, ഫാർമ, കോസ്മെറ്റിക്, ഫുഡ് ഇൻഡസ്ട്രിയിലൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് കെമിക്കലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്രിട്ടിക്കൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസിലെ ലോകത്തെ ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്. സ്പെഷ്യാലിറ്റി അതുപോലെ ഫൈൻ കെമിക്കൽസിനെ എക്കോ ഫ്രണ്ട്ലി അതുപോലെ സസ്റ്റൈനബിൾ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്നതിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് 3 മെയിൻ സെഗ്മെന്റ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ വരുന്നതാണ് പെർഫോമൻസ് കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽ ഇന്റർമീഡിയറ്റ്സ്, FMCG കെമിക്കൽസ്. ഫൈനാൻഷ്യൽ 2022 പെർഫോമൻസ് കെമിക്കൽ റവന്യൂയിലേക്ക് 70% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ് റവന്യൂയിലേക്ക് 17%, അതുപോലെ FMCG കെമിക്കൽസ് റവന്യൂയിലേക്ക് 12%. ഇന്ത്യയിലുള്ള മാനുഫാക്ചേഴ്സ് അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കമ്പനി അവരുടെ പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർസീസ് മാർക്കറ്റിലും. അപ്പോൾ ഫൈനാൻഷ്യൽ 2022 70% റവന്യൂ അവർ എക്സ്പോർട്ടിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡിന്റെ 5 ഇയർ ആവറേജ് ROCE വരുന്നത് 53.35% ആണ്. ഇനി കമ്പനിയുടെ സ്ട്രെങ്ത് അതുപോലെ വീക്ക്നെസ് എന്താണെന്നും കൂടി ഉള്ളത് നമുക്ക് നോക്കാം. കമ്പനിക്ക് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ആണുള്ളത്. അപ്പോൾ അവർക്ക് 3 മേജർ യൂണിറ്റ്സ് ആണുള്ളത്, 30,000 മുതൽ 40,000 സ്ക്വയർ മീറ്റർ ഏരിയയിൽ. അപ്പോൾ ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫെസിലിറ്റി, വെയർ ഹൗസ്, എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ യൂട്ടിലിറ്റി സെക്ഷൻ ആണുള്ളത്. പിന്നെ ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന്
പ്ലാൻ ക്ലോഷർ നോട്ടീസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാ ക്വാർട്ടറിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ റവന്യൂ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ സീറോ പ്രൊമോട്ടർ പ്ലെഡ്ജ്, അതുപോലെ സീറോ ഡെറ്റ് ആണ് ഉള്ളത്. അപ്പം കമ്പനിക്ക് ഒരു സ്ട്രോങ് ഫൈനാൻഷ്യൽ പൊസിഷൻ തന്നെയാണ് ഉള്ളത്. കമ്പനിക്ക് അഗ്രോ കെമിക്കൽസ്, ഫുഡ് ആൻഡ് ഫീഡ്, കോസ്മെറ്റിക്, ഓയിൽ, ഫാർമ, അതുപോലെ പെർഫ്യൂമിലൊക്കെ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി കമ്പനി ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിൽ എപ്പോഴും ഒരു പ്രഷറാണുള്ളത്. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻ ആണ്. ബിക്കോസ് ഇവിടെ റോ മെറ്റീരിയൽ മെയിൻലി ക്രൂഡ് ഓയിൽ ഡെറിവേറ്റീവ്സ് ആണ്. ഇനിയിപ്പോൾ ഫൈനാൻഷ്യൽ 2022 സിംഗിൾ കസ്റ്റമേഴ്സ് ടോട്ടൽ റവന്യൂവിലേക്ക് 12.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ റവന്യൂവിൽ സിംഗിൾ കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവർക്ക് ചലഞ്ചിങ് ആയിരിക്കും. ഇനിയിപ്പോൾ കസ്റ്റമേഴ്സ് കമ്പനിയായിട്ടുള്ള ബിസിനസ് നിർത്തുവാണെങ്കിൽ അത് കമ്പനിക്ക് ലോസിനും കാരണമാക്കും. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 1417.15 റുപ്പീസ്, പി 58.09, ഡെറ്റ് ടു ഇക്വിറ്റി 0, അതായത് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. 5 year sales CAGR 29.16, ROCE 53.35, 1 year returns negative 40.97%, 5 year CAGR returns 39.64%. ഇൻ രണ്ട് ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 200 DMA, ദാറ്റ് ഇസ് 200 ഡേ മൂവിംഗ് ആവറേജ്. 200 DMA വരുന്നത് 1712.2, RSI 27.1. ഇനി നമ്മുടെ സെക്കൻഡ് കമ്പനി കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ് ലിമിറ്റഡ്. അപ്പം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പം ഈ ഒരു കമ്പനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലെ ലീഡിംഗ് രജിസ്ട്രാർ അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഏജൻസിയാണ് ക്യാംസ്. സെപ്റ്റംബർ 2022 പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 69% ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ സർവീസിൽ നോക്കുകയാണെങ്കിൽ അക്കൗണ്ട് ക്രിയേഷൻ തൊട്ട് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് വരെയുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റഡ് എമൗണ്ട് റിഡംഷനും. പിന്നെ ടെക്നോളജി ബേസ്ഡ് സർവീസുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഡിവിഡൻഡ് പ്രോസസ്സിംഗ്, പേയ്മെൻറ്റ്, ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ, റിപ്പോർട്ട് ജനറേഷൻ, സെറ്റിൽമെൻറ്റ് ആൻഡ് റീകൺസിലേഷൻ, ബ്രോക്കറേജ് കമ്പ്യൂട്ടേഷൻ ഒക്കെ. പിന്നെ അവരവരുടെ സർവീസൊക്കെ വേറെയും ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലേക്ക് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ്, ഇൻഷുറൻസ്, KYC രജിസ്ട്രേഷൻ ഏജൻസിക്കൊക്കെ. ഒരു ആവറേജ് ഒരു 19 വർഷമായിട്ട് അവർക്ക് 10 ലാർജസ്റ്റ് ക്ലയൻസ് ആയിട്ട് അവർക്ക് റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് എല്ലാ ടോപ്പ് 5 മ്യൂച്വൽ ഫണ്ടിലും സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ 15 ലാർജസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ അവർ 10 എണ്ണത്തിലും സർവീസ് ചെയ്യുന്നുണ്ട്. കമ്പനി അവരുടെ 5 year ആവറേജ് ROCE വരുന്നത് 54.14% ആണ്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് അതുപോലെ വീക്ക്നെസ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനി ഒരു മെയിൻ ഓപ്പർച്യൂണിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോയിങ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ആണ്. ഇപ്പോൾ 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി 50 trillion rupees ടാർഗറ്റ് റീച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം കമ്പനിക്ക് ഒരു സ്ട്രോങ് പ്രസൻസ് അതുപോലെ തന്നെ മാർക്കറ്റ് ഷെയർ ഉള്ളതുകൊണ്ട് അത് അവരുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറെ രജിസ്ട്രാർ അതുപോലെ ട്രാൻസ്ഫർ ഏജൻസികളെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കമ്പനിയുടെ പൊസിഷൻ ഓരോ വർഷം കഴിയും തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ക്ലയന്റുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ അതുപോലെ റെഗുലാരിറ്റി റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് അത് ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ കുറയ്ക്കാൻ കാരണമാക്കും. സോ ഇത് ക്ലയൻസിന് കമ്പനിക്ക് പേ ചെയ്യേണ്ട ഫീസ് കുറയ്ക്കും. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസ് ലിമിറ്റഡിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് വന്ന് 2169.05 റുപ്പീസ്, പി 39.03, ഡെറ്റ് ടു ഇക്വിറ്റി 0.11, 5 year sales CAGR 13.25, ROCE 54.14, 1 year returns negative 16.20%, 5 year CAGR returns 40.89, 200 DMA 2382.3, RSI 35.8. ഇനി നമ്മുടെ തേർഡ് കമ്പനി ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ്. അപ്പം ഈസ് മൈ ട്രിപ്പിന്റെ ബ്രാൻഡ് അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഒരുപാട് ട്രാവൽ റിലേറ്റഡ് പ്രോഡക്ട്സ് അതുപോലെ സർവീസുകൾ ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഒരുപാട് റേഞ്ചിലുള്ള ട്രാവൽ സർവീസുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് എയർലൈൻ ടിക്കറ്റ്സ്, ഹോളിഡേ പാക്കേജസ്, റെയിൽ ടിക്കറ്റ്സ്, ബസ് ടിക്കറ്റ്സ്, ടാക്സി ഒക്കെ. അപ്പം അവർ അഡീഷണൽ സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ട്രാവൽ ഇൻഷുറൻസ്, വിസ പ്രോസസ്സിംഗ് ഒക്കെ. ഇന്ത്യയിൽ ഓൺലൈൻ ട്രാവൽ പോർട്ടലിൽ ഒരേ ഒരു പ്രോഫിറ്റബിൾ കമ്പനിയാണ്. അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനിയാണ് ഇവർ. കമ്പനിക്ക് മെയിൻലി 3 മേജർ സർവീസുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ റവന്യൂ സെഗ്മെന്റേഷൻ വരുന്നത് ഇങ്ങനെയാണ്. എയർലൈൻ പാസേജ് 99.97%, ഹോട്ടൽ പാക്കേജ് 0.24%, അതുപോലെ അതർ സർവീസിൽ ഇപ്പോൾ ഇതിൽ വരുന്നതാണ് ഇപ്പോൾ റെയിൽ ടിക്കറ്റ്, ബസ് ടിക്കറ്റ്, ടാക്സി റെന്റൽസ് ഒക്കെ. അപ്പോൾ ഇവിടുന്ന് 0.21% റവന്യൂ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. കമ്പനിയുടെ 5 year ആവറേജ് ROCE വരുന്നത് 58.79% ആണ്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് അതുപോലെ തന്നെ വീക്ക്നെസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഓൺലൈൻ ടിക്കറ്റിംഗ് മാർക്കറ്റിന്റെ ഗ്രോത്ത് ആണ് ഇവരുടെ ഒരു മെയിൻ സ്ട്രെങ്ത്. അപ്പം ഈ ഒരു ഗ്രോത്തിന് കാരണമാക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഇന്റർനെറ്റ് അതുപോലെ സ്മാർട്ട് ഫോണിന്റെ അവൈലബിലിറ്റി കൂടുന്നത്, പിന്നെ ലോ കോസ്റ്റ് എയർലൈൻസ് കൂടുന്നത്, പിന്നെ ഓൺലൈൻ റെയിൽവേ ടിക്കറ്റിന് ബുക്കിംഗ് പോപ്പുലാരിറ്റി വളരുന്നത് ഒക്കെ ഇവരുടെ ഒരു ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ കമ്പനിയുടെ ഒരു ബിസിനസ് മോഡൽ അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിന്റെ ലോയാലിറ്റി കൂട്ടാൻ വേണ്ടി ബുക്കിംഗിലെ കൺവീനിയൻസ് ഫീസ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ബിസിനസ് ഓപ്പറേഷൻ ഒക്കെ ടൈറ്റ് ചെയ്ത് അവർ പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
ഇനി ഇവരുടെ ഒരു മെയിൻ റവന്യൂ വരുന്നത് എയർലൈൻസ് അതുപോലെ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ സർവീസ് പ്രൊവൈഡർ നിന്ന് ലഭിക്കുന്ന കമ്മീഷൻ അതുപോലെ ഇൻസെൻറ്റീവ്സ് ആണ്. പിന്നെ കമ്പനി ക്ലെയിം ചെയ്യാത്ത റീഫണ്ട് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻകം അവർ അതർ ഇൻകത്തിലാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ റവന്യൂവിൻ്റെ ഒരു ഏകദേശം 12% വരുന്നുണ്ട്. ഇൻഡസ്ട്രി മോശമായിട്ട് പോയ ഒരു ടൈമിലും കമ്പനിക്ക് നല്ലൊരു മാർക്കറ്റ് ഷെയർ മാനേജ് ചെയ്യാൻ പറ്റിയതിൻ്റെ റീസൺ ഇതാണ്. പിന്നെ ഇന്ത്യൻ ഓൺലൈൻ ടിക്കറ്റിംഗ് മാർക്കറ്റ് ഒരു 3 to 4% CAGR വളരും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി അവർക്ക് ട്രാവൽ ഇൻഡസ്ട്രിയിൽ എടുക്കാം. സോ ഈ ഒരു അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് സാധിക്കും. ഇതുകൂടാതെ ഇപ്പോൾ കമ്പനിക്ക് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനലാണുള്ളത്. അപ്പോൾ അവർക്ക് 3 ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. B2C, B2E അതുപോലെ B2B2C. അപ്പം അതുപോലെ തന്നെ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ വരുന്നതാണ് വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ. ഇനിയിപ്പം ടൂറിസം സെക്ടറിൻ്റെ ഒരു മെയിൻ ത്രെട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരുപാട് ഡിസ്പോസിബിൾ ഇൻകം ഉണ്ട്. അപ്പോൾ ആളുകൾ ഇപ്പോൾ സേവ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് ഞാനിപ്പം ലീക്ഷർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിലും. സോ അത് ഇൻഡസ്ട്രീനെ ഹേർട്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി. പിന്നെ ടൂറിസം ഇൻഡസ്ട്രി ഒക്കെ ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു മേജർ പ്ലേയേഴ്സ് ആണ് മേക്ക് മൈ ട്രിപ്പ്, ക്ലിയർ ട്രിപ്പ്, യാത്രയൊക്കെ. സോ ഇത് മാർജിൻ അഫക്റ്റ് ചെയ്യാനും കാരണമാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണും. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 45.55 rupees, PE 61.61, ഡെറ്റ് ടു ഇക്വിറ്റി 0.07, 5 year sales CAGR 17.75, ROCE 58.79, 1 year returns 41.59%, 5 year CAGR returns 43.97%, 200 DMA 49.5, RSI 1432. ഇന്നത്തെ നമ്മുടെ ഫോർത്ത് കമ്പനി ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ലിമിറ്റഡ്. അപ്പോൾ ഇന്ത്യയിലെ ഫസ്റ്റ് അതുപോലെ ലാർജസ്റ്റ് എനർജി എക്സ്ചേഞ്ച് ആണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ലിമിറ്റഡ്. അപ്പോൾ ഷെയർസും കമ്മോഡിറ്റീസും പോലെ ഇലക്ട്രിസിറ്റി, റിന്യൂവബിൾസ് ആൻഡ് സർട്ടിഫിക്കറ്റിന്റെ ഫിസിക്കൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള നാഷണൽ വൈഡ് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു എക്സ്ചേഞ്ച് ത്രൂ ഇന്ത്യയിൽ പവർ മാർക്കറ്റ് കുറച്ചും കൂടി ആക്സസിബിൾ അതുപോലെ എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ IEXന് 5 യൂണിയൻ ടെറിട്ടറീസിലായിട്ട് 29 സ്റ്റേറ്റുകളിൽ 7000-ലധികം പാർട്ടിസിപ്പൻസ് ആണുള്ളത്. അപ്പോൾ 55-ലധികം ഡിസ്ട്രിബ്യൂഷൻ യൂട്ടിലിറ്റീസും 600-ലധികം കൺവെൻഷണൽ ജനറേറ്റേഴ്സും ആണുള്ളത്. പിന്നെ അവർ ഇൻഡസ്ട്രീസ് അതുപോലെ കൊമേഴ്ഷ്യൽസിൻ്റെ സ്ട്രോങ് ബേസ് ആണുള്ളത്. അപ്പോൾ ഇവരുടെ ഇതിൽ വരുന്ന ഇൻഡസ്ട്രീസ് ആണ് മെറ്റൽ, ഫുഡ് പ്രോസസ്സിംഗ്, ടെക്സ്റ്റൈൽ, സിമെന്റ്, കെമിക്കൽ, ഓട്ടോമൊബൈലൊക്കെ. ഇപ്പോൾ ഡേ ഹെഡ് മാർക്കറ്റ് അതുപോലെ ടേം ഹെഡ് മാർക്കറ്റിൽ കമ്പനിക്ക് 94.2% ഓവറോൾ മാർക്കറ്റ് ഷെയർ ആണ് കമാൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിയൽ ടൈം മാർക്കറ്റിൽ 99.99% മാർക്കറ്റ് ഷെയർ. ഇപ്പോൾ കമ്പനിയുടെ 5 year ആവറേജ് ROCE വരുന്നത് 62.39% ആണ്. അപ്പോൾ കമ്പനിയുടെ ഒരു മെയിൻ സ്ട്രെങ്ത് കൂടുതൽ റിന്യൂവബിൾ എനർജി യൂസ് ചെയ്തിട്ട് അവർക്ക് കാർബൺ ക്രെഡിറ്റ് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് അവരുടേതായ ഒരു ഇക്കോണമി അവർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പോൾ നമ്മൾ ഡെവലപ്ഡ് ഇക്കോണമീസിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു 30 to 80% പവർ മാർക്കറ്റ് അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകളിലൊക്കെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ വെറും 6% മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പവർ മാർക്കറ്റ് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ലീഡറാണ് IEX. സോ അവർക്കത് ബെനിഫിറ്റ് ചെയ്യും. പിന്നെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ജനറേറ്റർ അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ കമ്പനീസ് അവരുടെ ഫോക്കസ് റിന്യൂവബിൾ എനർജിയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലൈക്ക് ഇപ്പോൾ സോളാർ അതുപോലെ ന്യൂക്ലിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്റർനാഷണൽ കാർബൺ ക്രെഡിറ്റ്സ് അവർക്ക് ട്രേഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ എനർജി മിക്സിലേക്ക് നാച്ചുറൽ ഗ്യാസ് പ്രൊപ്പോർഷൻ 2030 ആകുമ്പോഴേക്കും 6% നിന്ന് 15% എത്തിക്കാൻ വേണ്ടി എയിം ചെയ്യുന്നുണ്ട്. ഇവരുടെ സബ്സിഡറി കമ്പനിയാണ് ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ച് എന്നുള്ളത്. അപ്പോൾ ഇവരുടെ മിഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. എന്നാലും കമ്പനിയുടെ ഒരു ത്രെട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ റെഗുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അതുപോലെ മിനിസ്ട്രി ഓഫ് പവർ ആണ്. സോ ഇന്ത്യയിൽ ഇപ്പോൾ പവർ മാർക്കറ്റ് റെഗുലേഷനിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ അത് പെർഫോമൻസിൽ ഇമ്പാക്റ്റ് ഉണ്ടാകും. പിന്നെ ഹിന്ദുസ്ഥാൻ പവർ എക്സ്ചേഞ്ചിൻ്റെ ലോഞ്ച് അത് എക്സ്ചേഞ്ചിൻ്റെ ഒരു കോമ്പറ്റീഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാക്കും. അതുപോലെ തന്നെ പ്രൊമോഷണൽ ഓഫേഴ്സ് കാരണം ഒരു ഷോർട്ട് ടു മീഡിയം ടേമിൽ അത് വോളിയം കൂട്ടാനും കാരണമാക്കും. ഇനിയിപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ലിമിറ്റഡിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 130.20 rupees, PE 39.08, ഡെറ്റ് ടു ഇക്വിറ്റി 0.02, 5 year sales CAGR 16.46, ROE 46.60, 1 year returns negative 48.08%, 5 year CAGR returns 19.49%, 200 DMA 172.6, RSI 27.5. ഇനി നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് കമ്പനി കോൾഗേറ്റ് പാമോലിവ് ഇന്ത്യ ലിമിറ്റഡ്.
അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇത്. അതായത് ഇവരിപ്പോൾ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് പൗഡർ, ടൂത്ത് ബ്രഷ്, അതുപോലെ മൗത്ത് വാഷ്, പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിങ് അതുപോലെ ട്രേഡിംഗിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കോൾഗേറ്റ് പാമോലിവ് US സബ്സിഡറി ആണ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഒരു 10 വീട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ 7 പേര് ഇവരുടെ പ്രൊഡക്ട്സ് മേടിക്കുന്നവരായിരിക്കും. കമ്പനിയുടെ പ്രൊഡക്ട്സ് എല്ലാം അവരുടെ വെൽ ഓർഗനൈസ്ഡ് ബ്രാൻഡുകളായ കോൾഗേറ്റ് അതുപോലെ പാമോലിവിന്റെ കീഴിലാണ് വിൽക്കുന്നത്. ഇന്ത്യയിൽ വൺ ഓഫ് ദ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ഓറൽ കെയർ ബ്രാൻഡാണ് കോൾഗേറ്റ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ 88% പെനിട്രേഷനും ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നാണ് 95% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ബാക്കി 5% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്സിൽ നിന്നാണ് ഇവർ. അപ്പോൾ കമ്പനിയുടെ 5 ഇയർ ആവറേജ് ROCE വരുന്നത് 78.58% ആണ്. ഇനി ഇവരുടെ സ്ട്രെങ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇവരുടെ ഡോമിനന്റ് പൊസിഷൻ തന്നെയാണ്. അപ്പോൾ കറന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിൽ 50% കൂടുതൽ മാർക്കറ്റ് ഷെയർ ആണ് ഇവർക്കുള്ളത്. അപ്പോൾ കമ്പനി ഇപ്പം കോൾഗേറ്റ് വേസ്റ്റ് ശക്തി ബ്രാൻഡ് വളർത്തിയെടുക്കുന്നതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ റീസെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയബറ്റിസിനുള്ള ടൂത്ത് പേസ്റ്റ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, കോൾഗേറ്റ് വിസിബിൾ വൈറ്റ് O2. അതുപോലെ തന്നെ ഫേസ് ക്ലെൻസിങ് കാറ്റഗറിയിൽ പാമോലിവ് റേഞ്ചും അവർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കമ്പനിക്ക് ഒരുപാട് പ്രൊഡക്ട്സുകൾ അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഫൈനൽ കൺസ്യൂമേഴ്സിലേക്ക് പ്രൊഡക്ട്സ് നല്ല രീതിയിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് അതുപോലെ ആയുർവേദ ആൻഡ് തെറപ്പറ്റിക് ടൂത്ത് പേസ്റ്റ് കാറ്റഗറിയിൽ പുതിയ ലോഞ്ച് അതുപോലെ ഇന്നോവേഷൻസ് ഒക്കെ. അതുപോലെ തന്നെ കിഡ്സ് കാറ്റഗറിയിൽ നിന്ന് ഒരു ലോങ് ടേമിൽ ഒരു മോഡറേറ്റ് വോളിയം ഗ്രോത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇവരുടെ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള FMCG കമ്പനികളിൽ നിന്നുള്ള കോമ്പറ്റീഷൻ ആണ്. ലൈക്ക് ഇപ്പോൾ യൂണിലിവർ, ITC, മാരിക്കോ പോലത്തുള്ള കമ്പനികളിൽ നിന്നുള്ള കോമ്പറ്റീഷൻ. അപ്പം ഇത് മാർജിനിൽ ലോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാക്കും. അപ്പോൾ ഇവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് ബാക്കിയുള്ള കോമ്പറ്റേറ്റേഴ്സിന് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ പ്രൈസും കൂടുതലാണ്. പിന്നെ ഇവരുടെ മെയിൻ റവന്യൂ സെഗ്മെൻറ്റ് ഓറൽ കെയർ തന്നെയാണ്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ മാർക്കറ്റ് ഷെയറിൽ എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ അത് കമ്പനിക്ക് ചലഞ്ചിങ് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. കോൾഗേറ്റ് പാമോലിവ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1567.60 rupees, P 39.83, debt to equity 0.05, 5 year sales CAGR 5.07, ROCE 78.58, 1 year returns 7.54%, 5 year CAGR returns 60.36, 200 DMA 1573.6, RSI 14 43.5. സോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത 5 ടോപ്പ് കമ്പനികൾ, അതായത് ഹയസ്റ്റ് 5 ഇയർ ആവറേജ് ROCE ഉള്ള 5 കമ്പനികൾ. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോസെൽ റെക്കമെൻഡേഷൻ എല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. അപ്പം നമുക്ക് ഇതുപോലൊരു യൂസ്ഫുൾ കോണ്ടന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.